Hi friends, welcome to Linu's Kitchen. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു സോസേജ് റോസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ഞാൻ നേരത്തെ ഒരു സോസേജ് കറി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കുറേ പേര് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അതിൽ നിന്ന് ഒരു വെറൈറ്റി, ആൻഡ് ഇത് നല്ല ടേസ്റ്റും ആട്ടോ. ഈ ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ആദ്യം ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ഒരു 2-3 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിക്കണം. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ഒന്ന് കീറിയിടാം, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത് എണ്ണ കിടന്ന് ഒന്ന് ചൂടാവണം, എന്നിട്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ആ എണ്ണയിലോട്ട് ഇറങ്ങണം. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 6-8 അല്ലി വെളുത്തുള്ളി, ഇത് നീളത്തിൽ അരിഞ്ഞതാട്ടോ, അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. അതായത് ഈ വെളുത്തുള്ളി ആ എണ്ണയിൽ കിടന്നൊന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലിറങ്ങണം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞത് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് 2 മിനിറ്റ് വഴറ്റി കൊടുക്കണം. അതായത് എണ്ണ കിടന്ന് ഇതിൻ്റെ ഫ്ലേവർ എല്ലാം ഇറങ്ങണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇച്ചിരി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇടുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കണം, ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ എണ്ണയിൽ നല്ലൊരു ഫ്ലേവർ വരും, അതിനാണ് ഇപ്പോഴേ നമ്മൾ പെപ്പർ, അതായത് കുരുമുളക് ചേർക്കുന്നത്. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക, 1-2 മിനിറ്റ് മതിയാവും. നല്ല മണമൊക്കെ വരാൻ തുടങ്ങും, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അത് നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. ഞാൻ ഇവിടെ ഒരു 5-6 മീഡിയം സവാള, ഒരു 6 സവാള എടുക്കാം. നിങ്ങൾക്ക് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ചേർക്കുന്നുണ്ട്, അത് നീളത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഒത്തിരി സവാളയാണ്, പക്ഷേ ഇത് ഒന്ന് വഴണ്ട് വരുമ്പോൾ ഒന്നും കാണൂല. അപ്പം ഞാനിവിടെ ഒരു പാക്കറ്റ് സോസേജിനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതാ ഇത് തന്നെ കണ്ടില്ലേ, ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അത് ഓൾമോസ്റ്റ് പകുതി ക്വാണ്ടിറ്റി ആയില്ലേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, ഈ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് ഇത് വഴട്ടിയെടുക്കണം, അതായത് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ സവാള കരിഞ്ഞു പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കല്ല്. അപ്പം നമുക്കിത് നല്ല ബ്രൗൺ കളറായി കിട്ടണം, എന്നാലേ ആ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞ് കരിക്കാൻ പാടില്ല. ഇത് കണ്ടില്ലേ, ഈ രീതിയിൽ വേണം എടുക്കാൻ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സവാള എല്ലാം ചുങ്ങിപ്പോയി, ഒന്നുമില്ല, അതിൻ്റെ ക്വാണ്ടിറ്റി ഒത്തിരി കുറഞ്ഞത് കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പം ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഇത് ഇച്ചിരി സ്പൈസി ആകട്ടോ, അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കുറച്ച് ചേർത്താലും മതി. അപ്പോൾ ഈ പൊടികളെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം എല്ലാം മാറണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 2 നല്ല പഴുത്ത തക്കാളി എടുക്കണേ. പഴുത്ത തക്കാളി 2 എണ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് എടുത്തത് ചേർക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഈ തക്കാളി എല്ലാം നല്ല സോഫ്റ്റ് ആവണം, അല്ലെങ്കിൽ മെൽറ്റ് ആവണം, അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ ഇച്ചിരി സോഫ്റ്റായി വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ ഒന്ന് അലിയാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ ജസ്റ്റ് ഇച്ചിരി മതി, ഈ മസാലയെല്ലാം കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സോസേജ് എന്ന് പറയുന്നത് എല്ലാവരുടെയും വീട്ടിൽ, എല്ലാ ഗൾഫുകാരുടെ വീട്ടിൽ ഉള്ള ഒരു സാധനമല്ലേ. പിന്നെ ബാച്ചിലേഴ്സിനും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, പക്ഷെ നല്ല ടേസ്റ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് സോസേജ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പാക്കറ്റ് സോസേജ് ആണ് എടുത്തേക്കുന്നത്, അതായത് ഒരു 340 ഗ്രാംസ് ഉണ്ട്. അതായത് ഒരു 10 പീസ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അതായത് സോസേജിലെല്ലാം അത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ടിട്ട്
ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ആൻഡ് ഇത് വേവിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ അത് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സോസേജ് വെന്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ല നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ സമയത്ത് നിങ്ങൾ ഉപ്പും നോക്കണം. ഉപ്പ് നമ്മൾ ആദ്യം സവാളയിൽ വഴറ്റിയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ സോസേജിന് ഉപ്പുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ചേർക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ സോസേജ് റോസ്റ്റ് നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ എടുക്കാം. ഇത്രയും സ്റ്റെപ്പ് വരെ ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനൊരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 1/4 കപ്പ് കട്ടി തേങ്ങാപ്പാൽ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ചേർത്താൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ പോലെ 1/4 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ചേർക്കണം. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഫ്ലെയിം ലോയിലായിരിക്കണം. പിന്നെ ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതി, ഒത്തിരി അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ സോസേജ് റോസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി തന്നെ മാറിയത് കണ്ടോ, നല്ല രസമല്ലേ ഇപ്പം കാണാൻ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചതൊക്കെ ചൂടായിട്ടുണ്ട്, സോസേജൊക്കെ നല്ലതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് ഗാർണിഷ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയും കൂടെ ചേർക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം എല്ലായിടത്തും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ സോസേജ്. അപ്പം ഞാൻ ഓർത്തു സോസേജ് കറി കൂടാതെ ഒരു റോസ്റ്റ് രീതിയിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു റോസ്റ്റ് എടുക്കാമെന്ന് ഓർത്തു. അങ്ങനെയാണ് ഞാൻ ഇതിപ്പോൾ കാണിച്ചത് ഈ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പോൾ വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.